ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉലൂമുദ്ദീനിലെ അദ്ദർസു ഇശ്റൂൻ 20ാമത്തെ പാഠം 20ാമത്തെ പാഠമായിട്ട് ഹബീബുള്ള, അള്ളാഹുവിൻ്റെ റസൂല് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ നമുക്ക് പാഠത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നബിയുടെ പേര്, നബിയുടെ ഉപ്പ, നബിയുടെ ഉമ്മ, ഉപ്പയുടെ ഉപ്പ, ഉമ്മയുടെ ഉപ്പ, ജനിച്ച ദിവസം, ജനിച്ച തീയതി, കുടുംബം, ഗോത്രം, ജനിച്ച സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് നമുക്ക് വർക്കിൽ എഴുതാനുണ്ടത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ അതൊക്കെ പാഠഭാഗം വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. അപ്പോഴാണ് നമുക്കിതിൻ്റെ വർക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പാഠം വായിക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് പാഠത്തിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പാഠത്തിലേക്ക് കടക്കാം. എന്താണ്? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഉപ്പ, മസ്ജിദിൽ നിന്ന് ആരാണ് പാട്ടുപാടുന്നത്? മോനെ, അത് മൗലിദാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണിന്ന്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത്. അന്ന് മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. മൗലിദ് പാരായണം, തവറുക്ക് ദാനം, ഘോഷയാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയൽ തുടങ്ങിയവയാണ് ആഘോഷ പരിപാടികൾ. നമുക്കും ആഘോഷത്തിന് പുറപ്പെടാം. അവർ മദ്രസയുടെ അങ്കണത്തിലെത്തി. അതായത് മസ്ജിദിൽ നിന്ന് മൗലിദ് കേട്ടു. അപ്പോൾ ഉപ്പയോട് കുട്ടി ചോദിക്കുകയാണ്, ആരാണ് പാട്ട് പാടുന്നത്? അപ്പോൾ ഉപ്പ പറയുകയാണെന്ന് നബി ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. അന്ന് ലോക മുസ്ലിങ്ങൾ മൗലിദ് ആഘോഷങ്ങളോ തവറുക്ക് ദാനവും ഘോഷയാത്രയൊക്കെ നടത്തി നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അതിനാണ് നബിദിനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സുഹൈൽ പ്രസംഗം ആരംഭിച്ചു. അറേബ്യയിലെ പ്രധാന പട്ടണമാണ് മക്കത്തുൽ മുക്കറം. അറേബ്യയിലെ പ്രധാന പട്ടണമാണ് മക്കത്തുൽ മുക്കറം. മക്കയിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശ്. മക്കയിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഖുറൈശിലെ പ്രധാന കുടുംബമാണ് ഹാഷിം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഏതാന്ന് വെച്ചാൽ ഹാഷിം. ഹാഷിം കുടുംബത്തിലെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, ഉപ്പാപ്പ. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഹാഷിം കുടുംബത്തിൻ്റെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുള്ള എന്നവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള, ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്, ഉപ്പ അബ്ദുള്ള. വഹബിൻ്റെ മകൾ ആമിന ബീവി. അപ്പോൾ ഉമ്മയാണ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി. അപ്പോൾ ഉമ്മയുടെ ഉപ്പ ആരാണ്? ഉപ്പാപ്പ ആരാണ്? വഹബ്, വഹബിൻ്റെ മകൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാം. ഇനിയാ ആമിന ബീവിയെ അബ്ദുള്ള എന്നവർ വിവാഹം ചെയ്തു. അതായത് ആമിന ബീവിയെ അബ്ദുള്ള എന്നവർ വിവാഹം ചെയ്തു. അവരുടെ മകനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ആമിന ബീവിയുടെയും അബ്ദുള്ള എന്നവരുടെയും മകനായിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. അപ്പോൾ നബിയുടെ ഉമ്മ ആര്? ഉപ്പയാര്? അബ്ദുള്ള എന്നവരാണ് ഉപ്പ, ആമിന ബീവിയാണ് ഉമ്മ. പിന്നെന്താ പറയുന്നത്? അത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലരിയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലരിയിലായിരുന്നു. അതിനാൽ റബീഉൽ അവ്വൽ 12 ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. അപ്പോൾ നബി ജനിച്ച ദിവസം, തീയതി, മാസം ഒക്കെ
ഇവിടെ മനസ്സിലാക്കുക റബിയുൽ അവ്വലിലാണ്. ക്രിസ്താബ്ദം 571 ഏപ്രിലാണ് അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഏപ്രിൽ 21. റബിയുൽ അവ്വൽ 12 ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. എന്തുകൊണ്ട്? ചോദ്യം വരും. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമായതുകൊണ്ടാണ് റബിയുൽ അവ്വൽ 12 ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്. ഇനി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസത്തിന് ശേഷം പിതാവ് വഫാത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗർഭത്തിൽ 2 മാസം പ്രായമായപ്പോൾ പിതാവ് അബ്ദുള്ള എന്നവർ വഫാത്തായിരുന്നു. ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത് എവിടെയാണ്? ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. 4 വയസ്സ് വരെ അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. 6-ാം വയസ്സിൽ ഉമ്മ ആമിന ബീവിയും വഫാത്തായി. 6-ാം വയസ്സിൽ ഉമ്മ ആമിന ബീവിയും വഫാത്തായി. പിന്നീട് അബ്ദുൽ മുത്തലിബ്, ഉപ്പയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിച്ചത്. 8 വയസ്സായപ്പോൾ അദ്ദേഹവും വഫാത്തായി. ഉപ്പാപ്പ മരണപ്പെട്ടത് 8 വയസ്സായപ്പോൾ കേട്ടോ. അപ്പോൾ 8 വയസ്സിൽ അബ്ദുൽ മുത്തലിബും വഫാത്തായി. 8 വയസ്സായപ്പോൾ അദ്ദേഹവും വിടവാങ്ങി. ശേഷം പിതൃ സഹോദരൻ, ഉപ്പയുടെ സഹോദരൻ അബൂ തോലിബാണ് സംരക്ഷിച്ചത്. അബൂ തോലിബ് ആണ് പിതൃ സഹോദരൻ. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ട ശേഷം അബൂ തോലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടാ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പാപ്പ ആര്? അബ്ദുൽ മുത്തലിബ്. പിതൃ സഹോദരൻ അബൂ തോലിബ് കേട്ടോ. സൽസ്വഭാവിയും വിശ്വസ്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. ജോലി ചെയ്ത് ജീവിച്ചു. നാട്ടുകാർ അൽ അമീൻ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചു? എന്താണ്? അൽ അമീൻ എന്നാണ് വിളിച്ചത്. 25-ാം വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. 25-ാം വയസ്സിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തത്. 35-ാം വയസ്സിൽ പരിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്ര? 35. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബുവത്ത് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എപ്പോൾ? 40 വയസ്സിൽ. അടുത്തതാ, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ധാരാളം പേർ മുസ്ലിമായി. 53-ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലേക്ക് ഹിജ്റ പോയതെപ്പോൾ? 53-ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണമേ. ആമീൻ. സുഹൈൽ പ്രസംഗം അവസാനിപ്പിച്ചു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. അപ്പോൾ ഇത് പഠിക്കുക. വിട്ടഭാ പൂരിപ്പിക്കാൻ വരും, എക്സാമിന് പൂർത്തിയാക്കി കൊടുക്കാൻ വരും. മനസ്സിലായില്ല? പിന്നെ ഹർക്കത്തുകളൊന്നും ഇല്ലാതെ തരും, അത് നൽകി കൊടുക്കാൻ വരും. മനസ്സിലായില്ല? അതിന് നെക്റൗ ഭാഗത്ത് ഗോത്രം എന്ന് പറഞ്ഞതിന് ഇംഗ്ലീഷ് ക്രിസ്താബ്ദം, കുടുംബം, സംരക്ഷിക്കുക, പുനർനിർമ്മാണം എന്നതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ വന്ന വേർഡ്സുകളൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഘോഷയാത്ര, സൽസ്വഭാവം, പഠനം, അറേബ്യ, നിർമ്മാണം, ഗോത്രം, മുത്തുനബി, വിവാഹം, ആഘോഷം, കുടുംബം, പുലരി ഒക്കെ വായിച്ച് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. വർക്കിൽ നമ്മൾ പറഞ്ഞില്ലേ നബിയുടെ പേരെന്താണ്? നമ്മളിവിടെ ആദ്യം വായിച്ച ഈ ബോക്സിലുണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഇവിടെ നബിയുടെ പേര്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയൊക്കെ എഴുതുക. അടുത്ത നബിയുടെ ഉപ്പ ഒക്കെ നമ്മൾ ഓർഡറിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കുക. അബ്ദുള്ള. നബിയുടെ ഉമ്മ ആമിന ബീവി. നബിയുടെ ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. നബിയുടെ ഉമ്മയുടെ ഉപ്പ വഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളാഴ്ച. ജനിച്ച തീയതി ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21. അതായത് പിന്നെ നബിയുടെ കുടുംബം ഹാഷിം കുടുംബത്തിലാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈഷ് ഗോത്രത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം മക്കയിലാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ആരായിരുന്നു? ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹു. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃസഹോദരൻ അബൂ തോലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ വിളിച്ച പേര് എന്താണ്? അൽ അമീൻ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പാഠത്തിലെ ഓർഡറിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തിയാൽ പെട്ടെന്ന് എഴുതാൻ കഴിയും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച വയസ്സ് 40 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ വയസ്സ് 53-ാം വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സ്ഥലം മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോഴുള്ള വയസ്സ് 63 വയസ്സ്. അപ്പോൾ അതൊക്കെ അവിടെ നോക്കിയിട്ട് തെറ്റില്ലാതെ എല്ലാവരും പകർത്തി എഴുതിക്കുക. ഇനി എന്താണ്? നിങ്ങൾക്ക് ഏതെല്ലാം സ്വലാത്തുകൾ അറിയാം? നമ്മൾ പാഠത്തിൽ ഫസ്റ്റ് ഭാഗത്തിൽ ഒരു സ്വലാത്ത് പഠിച്ചു അല്ലേ? അതേപോലെ പാഠത്തിൻ്റെ അവസാനത്തിൽ സ്വലാത്തുള്ള സ്വലാമുള്ള എന്നുള്ളൊരു 2 ലൈന് നമ്മൾ അവിടെയും പഠിച്ചു. അതുപോലെ നിങ്ങൾക്കറിയുന്ന ഒരു സ്വലാത്ത് ഇവിടെയൊക്കെ എഴുതാം. നമുക്കവിടെ ഒരു ചെറിയ സ്വലാത്ത് എഴുതാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അങ്ങനെ നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത് അവിടെ എഴുതാം. നമ്മൾ പാഠഭാഗത്ത് 2 എണ്ണം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എളുപ്പമുള്ള ഒന്ന് എഴുതിയേക്കാം. ഇനി അടുത്ത എന്താണ്? നഅയ്ദു മുദക്കിറ, ഒരു ഖണ്ഡിക എഴുതാനാണ്. നിങ്ങളുടെ സ്കൂളിലെ നബിദിന പരിപാടിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിവിടെ നമുക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം? നമ്മുടെ സ്കൂളിൽ നബിദിനത്തിൻ്റെ അന്ന് നന്നായി അലങ്കരിച്ചിരുന്നു. ഘോഷയാത്രയുണ്ടായിരുന്നു രാവിലെ. ഘോഷയാത്രയ്ക്ക് മുമ്പ് മൗലൂദ് സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു. ഘോഷയാത്രയ്ക്ക് ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. അവരുടെ ഉപ്പമാരും ഉണ്ടായിരുന്നു. ഘോഷയാത്ര കഴിഞ്ഞ് സ്കൂളിലെത്തിയപ്പോൾ തബറുക്കിൻ്റെ ഭക്ഷണം വിതരണം ചെയ്തു. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികളുടെ വിരുന്നുകൾ നടത്തി. അതിനുശേഷം സമ്മാന വിതരണത്തോടെ അന്നത്തെ നബിദിനാഘോഷ പരിപാടി അവസാനിപ്പിച്ചു. ഇത്രയും നമുക്കൊരു കുറിപ്പായിട്ട് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് നമുക്കെന്താ ഇവിടെ ഒരു നൊയ്ദു നഷീദ, ഒരു ഗാനമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ നാടേത്? പറയാം പറയാം ഞാൻ പറയാം, മക്ക നബിയുടെ നാടാണ്. അതുപോലെ എന്താണ്? കേൾക്കൂ കേൾക്കൂ കുട്ടികളെ, നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ, നബിയുടെ ജനനം മക്കത്ത്, മരണം പുണ്യമദീനത്ത്. നമുക്കൊരു 4 വരി ഗാനം നമുക്കവിടെ എഴുതി കംപ്ലീറ്റ് ആക്കാം. അപ്പം ഇത്രയാണ്
ഈ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.